ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യാമ്മയോടൊപ്പം പലിശപ്പണം പിരിക്കാൻ പോയ പിള്ളയെ കാത്തിങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ രാഘവേട്ടൻ. പണം പിരിക്കാൻ പോയെടുത്ത് കുറച്ച് മോശമായ അനുഭവം ഉണ്ടായതുകൊണ്ട് സത്യാമ്മ രാഘവേട്ടനെ മൈൻഡ് ചെയ്യാതെ അകത്തോട്ട് കയറിയങ്ങ് പോവുക. രാഘവേട്ടൻ അവിടെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് പിള്ള ആകെ ഭയന്ന് കയ്യിലിരിക്കുന്ന ബാഗ് വെച്ച് മുഖം മറച്ചിങ്ങനെ പോകാൻ ശ്രമിക്കുന്നത് കണ്ടോണ്ട് പെട്ടെന്ന് രാഘവേട്ടൻ പിള്ളയെ അവിടെ നിൽക്കടോ എന്നും പറഞ്ഞ് അയാളെ അവിടെ പിടിച്ചു നിർത്തുവാണ്. ദൈവമേ, കടലിനും ചെകുത്താനും നടുക്കായിപ്പോയല്ലോ ഞാൻ എന്നും പറഞ്ഞ് പിള്ള വിറച്ചോണ്ട് നിൽക്കുക. എടോ പിള്ളേ, എൻ്റെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് താൻ അകത്തോട്ട് പോയാൽ മതി. അയ്യോ രാഘവൻ സാറേ, അതല്ല, സത്യാമ്മ വലിയ ദേഷ്യത്തിലകത്തോട്ട് പോയിരിക്കുന്നത്. അതിനേക്കാൾ വലിയ ദേഷ്യത്തിലാടോ ഞാനിവിടെ ഇരിക്കുന്നത്. എടോ പിള്ളേ, തനിക്കറിയാവോ, ചെമ്മീൻ ചാടിയ മുട്ടോളം, അത് കഴിഞ്ഞാൽ പിന്നെ ചട്ടിച്ചകത്താ. അത്രയേ ഉള്ളൂ പെണ്ണുങ്ങളുടെ അവസ്ഥ. ആ ബലം കണ്ടോണ്ട് ഇയാള് കിടന്ന് തുള്ളണ്ട. എല്ലാവരുടെയും നോട്ടത്തിൽ ഞാൻ ഇരിപ്പാണെങ്കിലേ കാര്യഗൗരവം നോക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം എൻ്റെത് തന്നെയാ. അയ്യോ എൻ്റെ പൊന്നു രാഘവൻ സാറേ, ഞാൻ സമ്മതിച്ച്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എടോ, തന്നെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചില്ലേ, എൻ്റെ മോൻ വിഷ്ണു ശാലിനിയും കുഞ്ഞുങ്ങളും എവിടാ താമസിക്കുന്നതെന്ന് എത്രയും വേഗം കണ്ടുപിടിച്ച് എന്നോട് പറയണമെന്ന്. എന്നിട്ട് താൻ കണ്ടുപിടിച്ചോ? എൻ്റെ രാഘവൻ സാർ എന്താ ഒന്നും മനസ്സിലാക്കാത്തത്? എന്നോടൊപ്പം ഉള്ളതാരാ? സത്യാമ്മയല്ലേ? എടവും വലവും തിരിയാൻ സമ്മതിക്കില്ല. എന്നാ പോയ കാര്യം വല്ല നടന്നോ? അതുമില്ല. സത്യാമ്മയാണെങ്കിൽ അകത്തിരുന്നിങ്ങനെ ഏങ്ങി കരയുവാണ്. ഈ സമയം പ്രകാശിന്റെ ചിതയൊക്കെ കൊളുത്തിയിട്ട് ശാലിനിയും ശിവനും ചന്ദ്രയും എല്ലാവരും ദണ്ട് അവർ താമസിക്കുന്ന വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന ചന്ദ്രയെ അഭിമുഖീകരിക്കാനുള്ള കഴിവില്ലാതെ ആകെ ചങ്ക് തകർന്ന് നിൽക്കുവാണ് റാണിയുടെ അമ്മ. അലമുറയിട്ട് കരയുന്ന ചന്ദ്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് റാണി ഇങ്ങനെ വരുക. എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞ് ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് ചന്ദ്ര. ഹൃദയവേദനയോടെ ശിവൻ ആ രംഗം കണ്ടിങ്ങനെ നിൽക്കുക. ശാലിനി ചന്ദ്രയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക. മോളെ ചന്ദ്രയെ, സങ്കടങ്ങൾ ഉണ്ടാകും. സങ്കടം തീരുന്നത് വരെ എൻ്റെ മോളെ നീ കരയണം. നിന്നെ തടയാൻ ഒരാളും വരില്ല. റാണി, ചന്ദ്രയെ ഒന്ന് അകത്ത് കൊണ്ടുപോയി കിടത്ത്. ഉറങ്ങാനല്ല, അവൾക്ക് ഉറങ്ങാൻ പറ്റില്ലെന്നും എനിക്കറിയാം. എന്നാലും ആ ക്ഷീണം ഒന്ന് മാറട്ടെ. അങ്ങനെ റാണി ചന്ദ്രയെ താങ്ങി പിടിച്ച് റൂമിലോട്ട് കൊണ്ടുപോവുക. ശാലിനി റാണിയുടെ അമ്മയോട് പറയുന്നു, അമ്മ ഇനി ചന്ദ്രയോടൊപ്പം ഉണ്ടായിരിക്കണം. അത് ചന്ദ്രയ്ക്കൊരു ആശ്വാസമാകും. തൻ്റെ പെങ്ങൾ സന്തോഷമായി ജീവിക്കാൻ വേണ്ടി താൻ തന്നെ മുൻകൈയെടുത്ത് നടത്തി കൊടുത്ത വിവാഹമായിരുന്നല്ലോ. ഇതെല്ലാം ഓർത്ത് സഹിക്കാൻ വയ്യാതെ ശിവൻ ഒരു മൂലയിലിങ്ങനെ ഇരുന്ന് കരയുക. ഓരോന്നും ആലോചിച്ചിട്ട് എനിക്ക് വല്ലാത്ത ഒരു വീർപ്പുമുട്ടല എന്നൊക്കെ ശാലിനിയോട് ശിവൻ പറയുക. എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ കല്യാണമാണ്, അതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. പെങ്ങൾക്ക് ആശ്വാസവും കരുത്തുവാകേണ്ട ആളാണോ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ശാലിനി, അത് ചിലരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നമ്മളെ വിട്ടുപോകുമ്പോൾ മനസ്സങ്ങ് പതറിപ്പോവും. എന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അവന്. പക്ഷേ അവൻ്റെ ജീവൻ നമ്മളിൽ നിന്നും ദൈവം അങ്ങ് പറിച്ചെടുത്തോണ്ട് പോയി. അവൻ എനിക്ക് അനിയൻ തന്നെയാ ശിവ. എന്നിട്ടും ഞാൻ പിടിച്ചു നിൽക്കുന്നില്ലേ? ഇവിടെ നമ്മൾ കൂടി തളർന്നാൽ പിന്നെ തീർന്നില്ലേ എല്ലാം? അപ്പോൾ ശാലിനിയുടെ ഫോണിലൊക്കെ റസാക്കിൻ്റെ ഫോൺ കോൾ വന്ന്, പറഞ്ഞോ റസാക്കെ, അതെ, പ്രകാശനെ ഇടിച്ചു വീഴ്ത്തിയ വണ്ടിയെ ട്രേസ് ചെയ്ത് പിടിച്ചു. റസാക്കെ, വണ്ടി അത് ഏതാണ്? ആരാണ് ഓടിച്ചിരുന്നത്? അത് മേഡം, ഞാൻ ഇടിച്ച വണ്ടി മാണിക്കോത്ത മഹേന്ദ്രന്റെ. അത് കേട്ട് ശാലിനി അങ്ങ് ഞെട്ടിപ്പോയി. ദൈവമേ, സ്വന്തം അച്ഛനോ? പ്രകാശനെ വണ്ടി കൊണ്ട് ഇടിപ്പിച്ചത് മഹേന്ദ്രന്റെ ഡ്രൈവർ ചാച്ചപ്പനാണ്. എന്തോ ന്യൂസ് കിട്ടിയെന്ന് മനസ്സിലായിക്കൊണ്ട് ശിവൻ ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കുക. പ്രകാശനെ ഇടിച്ച വണ്ടി കിട്ടി അല്ലേ ശാലിനി? ലക്ഷ്യത്തോടെ വിറച്ചോണ്ട് ശിവൻ ചോദിക്കുന്നു, ആരുടെയാ വണ്ടി? ആരാണ് ഓടിച്ചിരുന്നത്? എന്തായാലും പറയാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. ശാലിനി പറയാ, വണ്ടി മാണിക്കോത്ത് മഹേന്ദ്രന്റെ. ശാലിനി അങ്ങനെ പറഞ്ഞത് കേട്ടതും വിശ്വസിക്കാനാകാതെ ശിവൻ അങ്ങ് ഞെട്ടി വിറച്ചു നിൽക്കുവാണ്. ആ വണ്ടി ഓടിച്ചിരുന്നത് നിങ്ങളുടെ ഡ്രൈവർ ചാച്ചപ്പനായിരുന്നു. മക്കളോട് വിരോധവും ശത്രുതയൊക്കെ തോന്നുന്നെങ്കിലും സ്വന്തം അച്ഛന് എങ്ങനെ തോന്നി മകളുടെ ഭർത്താവിനെ ഇങ്ങനെ കൊല്ലാൻ? സ്വന്തം മകളുടെ താലി അച്ഛനായിട്ട് അറുത്ത് കളഞ്ഞല്ലോ എന്നൊക്കെ ഓർത്ത് ശിവൻ ഇങ്ങനെ നിന്ന് വിറയ്ക്കുവാണ്. മൂർത്തിയാണെങ്കിൽ ഈ സമയം കുഞ്ഞിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അരുണ വളരെ സന്തോഷത്തോടെ ഓടി വരുന്നു. മൂർത്തി, നമ്മൾ ആ കേസ് ജയിച്ചു. എൻ്റെ വാവേ, നീ അറിഞ്ഞോ? കഴിഞ്ഞ 9 കൊല്ലമായിട്ട് നടക്കുന്ന കേസിനാ ഇന്ന് വിധി വന്നിരിക്കുന്നു, അതും നമുക്ക് അനുകൂലമായിട്ട്. ഉടനെ മൂർത്തി പറയാം, അതെൻ്റെ മോളുടെ ഭാഗ്യം കൊണ്ട് മാത്രം. മൂർത്തി, അങ്ങനെയല്ല, നമ്മളുടെ മോളുടെ ഭാഗ്യം എന്ന് പറ. കൂടെ നിൽക്കുന്ന അരുണയുടെ ജൂനിയേഴ്സ് ചോദിക്കും, അല്ല, ഇപ്പോഴേ നിങ്ങൾ രണ്ടുപേരുടെ കൊച്ചിൻ്റെ കാര്യത്തിൽ അടിയായോ? അരുണ സന്തോഷത്തോടെ മൂർത്തിയുടെ കേസിനെ കുറിച്ച് പറയാം. ഉണ്ടായിരുന്ന സാക്ഷികൾ വരെ അവസാന നിമിഷത്തിൽ കൂറുമാറിയിരുന്ന കേസായിരുന്നത്. എൻ്റെ അരുണെ, സുബ്രഹ്മണ്യ തിരുമുൽപ്പാട് പറയുന്നത് വല്ലതും വെറുതെ ആകുമോ? നമ്മുടെ വീട്ടിലേക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്കും മൊത്തമായിട്ടും പുതു വെളിച്ചം കൊണ്ടുവരും നമ്മുടെ ഈ പൊന്നുമോള്. ഇങ്ങനെയൊക്കെ തിരുമുൽപ്പാട് പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ അരുണേ? അങ്ങനെ അരുണ കേസ് ജയിച്ചതിന് സ്വീറ്റ്സ് ഒക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എൻ്റെ മോള് സ്വീറ്റ്സ് ഒന്നും നോക്കണ്ട, അതൊന്നും തിന്നാറായിട്ടില്ല. തിന്നാറാകുമ്പോൾ അച്ഛൻ മേടിച്ചു തരാം.
അപ്പോൾ അരുണ പറയുന്നുണ്ട്, എന്തിനാ മേടിച്ചു കൊടുക്കുന്നേ? അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തോണ്ട് പോയി തന്നെ എൻ്റെ മോൾ അതൊക്കെ അങ്ങ് മേടിച്ചോളും. ദാണ്ട് അഗ്നിപർവ്വതം പൊട്ടി ഒഴുകി വരുന്ന പോലെ ദാണ്ട് സ്പീഡിൽ ശിവൻ ചന്ദ്രയും വെച്ചിങ്ങനെ ബൈക്കിൽ പറന്നു വരുവാണ് മാണിക്കോത്തൊട്ട്. ഈ സമയം മഹേന്ദ്രൻ അമ്മയോട് പറയും, എടോ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലടോ കാര്യങ്ങൾ പോകുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം. സാറേ, ചതി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷെ അത് ഏത് വഴിക്കാണെന്ന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. മാണിക്കോത്തൊട്ട് ചീറിപ്പാഞ്ഞു വരുന്ന ബൈക്ക് വാതക്കൽ നിൽക്കുന്ന സെക്യൂരിറ്റി തടയുന്നുണ്ട്. അയ്യോ സാറേ, കടത്തി വിട്ടാൽ എന്റെ പണി പോകും. മുന്നീന്ന് മാറി നിൽക്കട, അല്ലെങ്കിൽ നിന്റെ പണിക്കുറ്റം ഞാനിപ്പോ തീർക്കുവടാ. ദേഷ്യത്തോടെ വരുന്ന മക്കളെ കണ്ടിട്ട് മഹേന്ദ്രൻ പറയുന്ന സെക്യൂരിറ്റിയോട്, ഇടോ അവരെയും കയറ്റി വിട്ടേരെ. തന്റെ കൈക്ക് അവനെ തടുക്കാനുള്ള ശക്തിയൊന്നുമില്ല, അതുകൊണ്ട് എളുപ്പം ഇങ്ങ് വിട്ടേരെ. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വരുന്ന ചന്ദ്രയെ പെട്ടെന്ന് ശിവൻ ഇങ്ങോട്ട് പിടിച്ചിറക്കിയിട്ട് മഹേന്ദ്രന്റെ ദേഹത്തോട്ട് ഒരൊറ്റ തെള്ളു. ദേ, ഇതിലും ഭേദം അച്ഛൻ ഇവളെ അങ്ങ് കൊല്ലാൻ വയ്യായിരുന്നോ? ഒരിക്കൽ ലാസറിനെ വിട്ട് നോക്കിയത്, അപ്പോൾ അത് പരാജയപ്പെട്ടതിന്റെ പേരിലായിരിക്കും ഇപ്പോഴും വീണ്ടും പ്രകാശിന്റെ നേരെ തിരിഞ്ഞത് അല്ലേ? ചന്ദ്രയുടെ അമ്മ അങ്ങോട്ട് ഓടി വന്ന് ചന്ദ്രയെ മോളേന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. മഹേന്ദ്രൻ പറയും, എൻ്റെ മക്കളെ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിലും മുഖത്ത് നോക്കി ഞാനത് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ ഒട്ടും മടിക്കാത്തവനാ ഞാൻ. അക്കാര്യത്തിൽ ഒട്ടും ഭയക്കുന്നവനല്ല ഈ മാണിക്കോത്ത് മഹേന്ദ്രൻ. കരഞ്ഞുകൊണ്ട് ചന്ദ്ര ചോദിക്കുന്നു, എന്തിനാച്ചാ എന്റെ താലി അറുത്തത്? അച്ഛന്റെ കൺവട്ടത്ത് പോലും വരാതെ എവിടെങ്കിലും പോയി ജീവിക്കത്തില്ലായിരുന്നോ ഞങ്ങള്? ചന്ദ്രയുടെ അമ്മയ്ക്ക് കാര്യങ്ങളൊന്നും അറിയില്ലെന്ന്. മോളെ, നീ എന്തുവായി പറഞ്ഞ്? കൊന്നു കളഞ്ഞില്ലേ എന്റെ പ്രകാശനെ? ഈ അച്ഛൻ കൊന്നു കളഞ്ഞില്ലേ അമ്മേ? മോളെ, നീ വെറുതെ കാര്യം അറിയാതെയാ. നിർമ്മലെ, മോള് പറയുന്ന കാര്യത്തിലൊന്നും ഒരു സത്യവും ഇല്ല എന്നൊക്കെ മഹേന്ദ്രൻ പറയുക. ഞാനൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ ശിവൻ പറയും, എന്നാലേ മറ്റുള്ളവരെല്ലാരും അറിഞ്ഞു. പ്രകാശനെ ഇടിപ്പിച്ചത് നമ്മുടെ ഇവിടുത്തെ വണ്ടി കൊണ്ടാ. CCTVയിലെ ഇടിപ്പിച്ച വാഹനത്തിന്റെ ചിത്രം യഥാർത്ഥമായിട്ട് കിട്ടുകയും ചെയ്തു. അച്ഛൻ ഇനി ഒരിക്കലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇവരുടെ ജീവിതം തകർത്തിട്ട് അച്ഛൻ എന്ത് നേടി? മധുരയിൽ അവർക്ക് താമസിക്കാനുള്ള ഫ്ലാറ്റ് ഒരുക്കിയിട്ട് ഇവളെ വിളിച്ചോണ്ട് പോകാൻ വന്നതായിരുന്നു പ്രകാശ്. പാവം, അവർ ജീവിച്ച് തുടങ്ങിയില്ല, പിന്നെ എന്തിനാച്ചാ അവന്റെ ജീവൻ എടുത്തത്? അയ്യോ, എങ്ങനെയാ എന്റെ നിരപരാധിത്വം നിങ്ങളെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ സങ്കടത്തോടെയാണ് മഹേന്ദ്രൻ പറയുന്നത്. ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു മനസ്സറിവും ഇല്ലെന്നേ എനിക്കിപ്പം നിങ്ങളോട് പറയാൻ പറ്റൂ. തെളിവുകൾക്ക് നേരെ കണ്ണടയ്ക്കാൻ അച്ഛൻ എങ്ങനെയായി സാധിക്കുന്നത്? എടാ, നിങ്ങൾ ഒന്നും അറിയാതെ വേണ്ട. അച്ഛൻ ഇനി ഒന്നും പറയണ്ട. അമ്മ ഈ അച്ഛനെ വിശ്വസിക്കരുത്. നുണകളുടെ ലോകത്താണ് അച്ഛൻ ജീവിക്കുന്നത്. അച്ഛൻ അറിയാതെ പ്രകാശിന്റെ മരണം നടക്കില്ല. അതുകൊണ്ട് അമ്മയെ സൂക്ഷിച്ചോ. എതിർക്കുന്നവരെയും വേണ്ടാത്തവരെയും അച്ഛൻ ഇല്ലാതാക്കുകയാണ്. മഹേന്ദ്രനെ നോക്കിയിട്ട് ശിവൻ പറയുന്നു, നമ്മളുടെ ഈ മുന്നിൽ നിൽക്കുന്നത് പഴയ അച്ഛനല്ല. അമ്മയ്ക്കറിയാവോ, ഈ അച്ഛൻ ഒരുപാട് മാറിപ്പോയമ്മേ. നിർമ്മല അടുത്തോട്ട് ചെന്നിട്ട് മഹേന്ദ്രനോട് ചോദിക്കുന്നത്, എന്തിനാ കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ അപഹാസനായിട്ട് നിൽക്കുന്നത്? ചെയ്തു വെച്ച പാവങ്ങളൊക്കെ ഇങ്ങനെ തിരിഞ്ഞു കൊത്തുവെന്ന് ഓർത്തില്ല അല്ലേ? ക്രൂരനാ നിങ്ങൾ. ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും മടിയില്ലാത്ത ആളാ നിങ്ങൾ. എടി നിർമ്മല, നീ വെറുതെ ഇവരുടെ വാക്കും കേട്ട് ഇങ്ങനെ പറയാതെ. ശിവൻ ദേഷ്യത്തോട് പറയാ, ഇവിടുത്തെ വണ്ടിയാണ് പ്രകാശനെ ഇടിച്ചതെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഡ്രൈവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. അവനെ ഞാൻ പൊക്കും. അച്ഛൻ പറഞ്ഞിട്ടാണ് അവനിത് ചെയ്തിരിക്കുന്നതെന്നെങ്ങാണം പറഞ്ഞാൽ ഒരു വരവ് കൂടി ഞാൻ ഇങ്ങോട്ട് വരും. മകളുടെ ജീവിതം തകർത്ത ഈ അച്ഛനെ ഒന്ന് കാണാൻ. അച്ഛൻ ഇതിൽ പങ്കുണ്ടെങ്കിൽ അച്ഛനെ ഞാൻ എണ്ണിക്കും. പ്രകാശിന്റെ ആത്മാവിനോട് എനിക്ക് അങ്ങനെയെങ്കിലും നീതി കാണിക്കണം. മക്കൾക്കൊരു സങ്കടമോ പ്രയാസമോ വരരുതെന്നും പറഞ്ഞ് ചിന്തിക്കുന്ന അച്ഛനമ്മമാരാ നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷെ നമുക്കുള്ളത് മക്കളുടെ ജീവിതം എങ്ങനെ തകർക്കാം എന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു അച്ഛന്. മക്കളുടെ ജീവിതമല്ല, വാശിയാണ് ജയിക്കേണ്ടതെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഇവരിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. നീ ഇങ്ങോട്ട് വാ മോളെ, ഇനി ഇവിടെ നിൽക്കണ്ട, മറന്നേക്ക്, ഒപ്പം ഈ വീട്ടിലുള്ള എല്ലാവരെയും എന്നും പറഞ്ഞ് ശിവൻ ചന്ദ്രയും വിളിച്ചോണ്ടങ്ങ് പോവുക. മോളേന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് നിർമ്മല പുറകെ ഓടുന്നുണ്ട്. മക്കളെ പോവല്ലേ, അമ്മ പറയുന്നൊന്ന് കേൾക്ക് എന്നൊക്കെ പറയുന്നെങ്കിൽ അവരങ്ങ് പോയി. ദേഷ്യത്തോടെ സങ്കടത്തോടെ നിർമ്മല മഹേന്ദ്രന്റെ അടുത്തോട്ട് വന്നിട്ട്, മഹിയേട്ടാ, നിങ്ങളുടെ പല കാര്യങ്ങൾക്കും മനസ്സോടെ ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം ഫലവാ നമ്മുടെ മോളുടെ കണ്ണുനീര് മുറ്റത്ത് വീണത്. നമ്മുടെ മോടെ കണ്ണിൽ നിന്ന് വീണ ആ കണ്ണുനീരിന് നമ്മളെ ഉടലോടെ ദഹിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. സ്വന്തം മകളെ വിധവയാക്കിയാൽ നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഇനി എനിക്ക് പേടിയാ. നിങ്ങൾ ഈ കാണുന്ന ആളല്ല. ഇത്രയും വർഷം നിങ്ങളോടൊപ്പം നിഴലായി ജീവിച്ചിട്ട് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. എന്തിനാ മഹിയേട്ടാ നിങ്ങൾ ആ പാവം പയ്യനെ കൊന്നുകളഞ്ഞത്? അയ്യോ നിർമ്മല, നീ കാര്യം അറിയാതെ എന്താ സ്വാമി ഇതൊക്കെ? സാറേ, എനിക്കും ഒന്നും അറിയില്ല. താൻ ആ ഫോൺ ഇങ്ങോട്ട് തന്നേടോ. അരുണ വളർത്തുന്ന കൊച്ചിനെ അവിടെ അമ്മയും അച്ഛനും എല്ലാവരും ഭയങ്കരമായിട്ടിട്ട് ലാളിക്കുവാണ്. മൂർത്തിയുടെ അച്ഛൻ പറയുന്നു, എൻ്റെ ഈ പൊന്നുമോള് വന്നതോടി എൻ്റെ അസുഖം തന്നെ ഒരുപാട് മാറ്റം. എനിക്കിപ്പോൾ നല്ല ആരോഗ്യം തോന്നുന്നുണ്ട്. ഞാൻ ഈ അസുഖം തന്നെ അങ്ങ് മറന്നു. അരുണ വന്നിട്ട് പറയും, മോൾക്കേ 1-2 ഉടുപ്പൂടെ വാങ്ങിക്കണം. 1-2 എന്തിനാ ആക്കുന്നേ? ഒരു ഡസൻ ഉടുപ്പങ്ങ് വാങ്ങിക്കാമല്ലോ.
എൻ്റെ സുന്ദരിക്കുട്ടി അച്ഛനോടും അമ്മയോടും ഒരുപാട് ഇണങ്ങിയിട്ടുണ്ടല്ലോ, അത് പറയാനുണ്ടോ? ഞങ്ങളുടെ പേരക്കുട്ടിയല്ലേ. അങ്ങനെ ആ സുന്ദരിക്കുട്ടിക്ക് പേരിടാനുള്ള ചടങ്ങൊക്കെ അവർ തീരുമാനിക്കുക. എല്ലാരെയും വിളിച്ചൊരു ആഘോഷമായിട്ടങ്ങ് നടത്താം. ഉടനെ അച്ഛൻ പറയാം, അങ്ങനെ ഒന്നും വേണ്ട മോനെ, അതൊക്കെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇടവരുത്തതേ ഉള്ളൂ. നമുക്ക് വേണ്ടപ്പെട്ട കുറച്ചുപേരെ മാത്രം മതി. ഉടനെ അരുണ പറയാം, അങ്ങനെയാണെങ്കിൽ ആദ്യം വിളിക്കേണ്ടത് ശാലിനിയ. നമുക്ക് ഈ പൊന്നുംകുടത്തിനെ കിട്ടാൻ സഹായിച്ചതേ ശാലിനിയ. അതുകൊണ്ട് ആദ്യം വിളിക്കേണ്ടത് ശാലിനിയെ തന്നെയാ. അങ്ങനെ അരുണ ശാലിനിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുവാണ്. ശാലിനി, ഞാനൊരു വിശേഷം പറയാൻ വിളിച്ചതാ കേട്ടോ. അടുത്ത ആഴ്ചയെ മോളുടെ പേരിടൽ ചടങ്ങാ. ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, എന്നാലും സമയം നോക്കും. ശാലിനി, താനാ ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ്, അതുകൊണ്ടാ ഞാൻ നേരത്തെ വിളിച്ചത്. അതിനെന്താ, താൻ ഡേറ്റ് എന്നെ അറിയിച്ചാൽ മതി. എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ വന്നിരിക്കും. തന്റെ വീട്ടിലൊരു വിശേഷം നടക്കുമ്പോൾ ഞാൻ വരാതിരിക്കുവോ? പിന്നെ മോൾ എന്ത് പറയുന്നവരണേ? അവക്കറിയാവുന്ന ഭാഷയിൽ തന്റെ മൂർത്തിയുടെ കയ്യിലിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാലേ ആ ഭാഷയൊക്കെ മൂർത്തിയോട് പഠിച്ചു വെച്ചോളാൻ പറ. പിന്നീട് അവള് പറയുന്നതിനൊക്കെ മറുപടി കൊടുക്കാനുള്ളതാ. അപ്പോൾ ശാലിനിക്ക് അതിലൊരു കോൾ വരുന്നുണ്ട്. ശാലിനി അരുണയോട് പറയുന്നു, എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. അതിനെന്താ ശാലിനി, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞാൻ അറിയിക്കാം. ശാരികയുടെ വിവരം പറയാൻ റസാക്ക് വിളിച്ചതാണ്. ഫോട്ടോയും മെസ്സേജും എല്ലാം ഞാൻ പല സ്റ്റേഷനിലും അയച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രി എന്തെങ്കിലും ഒരു വിശേഷം നമുക്ക് അറിയാൻ പറ്റും. ശരി റസാക്ക്, എത്രയും പെട്ടെന്ന് തന്നെ ചേച്ചിയെയും മോളെയും കണ്ടെത്തണം. റസാക്കൻ അറിയാവുന്നതല്ലേ, ഇതിന്റെ പേരിൽ ഇനി ഞാൻ കേൾക്കാൻ ഒന്നുമില്ല. മാഡം, ഇനി ഒരുപക്ഷെ ചേച്ചി കുടുംബശ്രീ വീട്ടിൽ എത്തിയിട്ടുണ്ടോ എന്നൂടെ ഒന്ന് അന്വേഷിക്കണം. പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ശരി റസാക്ക്, എന്നാൽ ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ചിട്ട് വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനി ഇനി അരുണയുടെ കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങിന് പോകുമ്പോൾ അവിടെ വെച്ചുണ്ടാകുന്ന സംഭവം എന്തായിരിക്കും? ശാരികയുടെ കുഞ്ഞാണെന്ന് ശാലിനി അത് അവിടെ വെച്ച് തിരിച്ചറിയും. പക്ഷേ ശാലിനിക്ക് അത് അവിടെ വെച്ച് പറയാൻ പറ്റുമോ? ആ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും സന്തോഷം കാണുമ്പോൾ ശാലിനി എങ്ങനെ ഇത് അവരോട് പറയും? പക്ഷേ ശാരികേച്ചിയുടെ കുഞ്ഞാണെന്നല്ലോ ഓർക്കുമ്പോൾ അത് പറയാതിരിക്കാനും പറ്റില്ല. ശാലിനി എന്തായിരിക്കും അവസാനം എടുക്കുന്ന തീരുമാനം എന്നറിയാൻ നമുക്ക് അടുത്ത റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.